ശരണ്യ, വായനശാല രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കാനുള്ള ശ്രമം ചോദ്യം ചെയ്തവർക്കാണ് നേരെയാണ് ബി.ജെ.പിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോൾ CPIMന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ആര്യ, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. ഈ ഗ്രന്ഥശാല എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്ന് വായനയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്ന ഇടമാണ്. ഈയിടത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ മേൽക്കൂര തകരുകയും അത് തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ മാറ്റി പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി ഒരുപറ്റം ആൾക്കാർ വന്ന്, അതായത് കോൺഗ്രസ് BJP പ്രവർത്തകർ വരികയും ഇത് തകർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് CPM പ്രവർത്തകരായിട്ടുള്ള 3 പ്രവർത്തകർക്ക് നേരെ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് പിന്നെ കത്തിക്കുത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ പ്രവീൺ എന്ന് പറയുന്ന പ്രവർത്തകന്റെ നില അല്പം ഗുരുതരമാണ്. വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവീൺ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ്. മറ്റ് 2 പേരും, ഹരിദാസും അതുപോലെ തന്നെ ബിബേഷും ഉള്ളത് വടകര സഹകരണ ആശുപത്രിയിലാണ്. അത്തരം കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. നിലവിൽ അവിടെ ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് പ്രകടനങ്ങളും എല്ലാം തന്നെ അവിടെ അത് സംബന്ധിച്ച് CPMന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇത് തീർത്തും ഒരു രാഷ്ട്രീയ പകപോക്കലായി തന്നെ കാണണം. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് രാഷ്ട്രീയപരമായി സംഘർഷം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് BJP പ്രവർത്തകർ CPM പ്രവർത്തകർക്ക് നേരെ ഇത്തരം ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുമ്പോൾ പ്രാദേശികമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങളും. ആര്യ, ഈ ആക്രമിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇത്രയും സമയമായിട്ട് കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും 4 പ്രവർത്തകർ ഉണ്ട്. 4 BJP കോൺഗ്രസ് പ്രവർത്തകർ ആണ് എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കിപ്പോൾ കൃത്യമായൊരു വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആര്യ.